ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, മാർപ്പാപ്പയുടെ വിയോഗത്തിൽ നമ്മളെല്ലാവരും ഒരേപോലെ ദുഃഖിതരാണ്. നമുക്ക് പ്രത്യേകിച്ച് മാർപ്പാപ്പയ്ക്ക് വേണ്ടി അല്ലെ ആത്മശാന്തിക്ക് വേണ്ടി നിത്യത കൂടുതൽ പ്രകാശത്തിലാകാൻ വേണ്ടി ലോകം മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു നന്മ പറഞ്ഞൊരു ചൊല്ലി പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനകളിൽ, വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥനകളിൽ, അതേപോലെ നാളെ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ പോയി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അല്ലേ. സഭ പല രീതികളിൽ അതിനെക്കുറിച്ചുള്ള പ്രാർത്ഥനകൾ പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് കേട്ട് എല്ലാം നമ്മുടെ ഒരു കടമയാണ്. അതേപോലെ തന്നെ പള്ളികളിൽ മണിയടിക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് എല്ലാം നമ്മൾ മനസ്സിലാക്കാൻ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് അപ്പോസ്തല പ്രവൃത്തി 27-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആക്ട്സ് ചാപ്റ്റർ 27 വേഴ്സ് 11. പ്രവാചക വചനം വിശ്വസിക്കുക എന്നുള്ളതാണ് അതിന്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. എന്നാലും എനിക്ക് പറയാൻ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് നമുക്കുള്ള വലിയൊരു പ്രശ്നമാണെന്ന് പറഞ്ഞ് അങ്ങനെ പറയാൻ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. എന്നാൽ ശതാധിപൻ പൗലോസിനെ അല്ല, കപ്പിത്താനെയും കപ്പലുടമയെയുമാണ് അനുസരിച്ചത്. ഇത് നമുക്ക് എപ്പോഴും നോക്കിയാലും വരുന്നൊരു പ്രശ്നമാണ്. അതായത് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിൽ സംസാരിക്കുന്ന വ്യക്തികൾ പലപ്പോഴും അവഗണിക്കപ്പെട്ടു പോകും. ഇതൊരു യാഥാർത്ഥ്യമാണ്. ബൈബിള് സഭാപ്രസിഡന്റ് പുസ്തകത്തിൽ അന്ന് എൻ്റെ ഓർമ്മ നല്ലൊരു വചനമുണ്ട്. ആ വചനം ഇങ്ങനെയാണ്. അതായത് ആ സമൂഹത്തിൽ യുദ്ധം പ്രശ്നം ഉണ്ടായപ്പോൾ ദരിദ്രനായ ഒരു ജ്ഞാനി ഉണ്ടായിരുന്നു. ആ ജ്ഞാനിയുടെ വാക്കുകളെല്ലാവരും അവഗണിച്ചു. ദരിദ്രനാണ് പറഞ്ഞിട്ട് അതിനകത്ത് തന്നെ എന്നിട്ട് പറയാണ്, പക്ഷേ ഈ ദരിദ്രന്റെ ജ്ഞാനമാണ് ആ ജനതയെ മുഴുവൻ വിജയിപ്പിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ പൗലോസിന്റെ വാക്കുകൾ അവഗണിച്ച് കളയുമ്പോൾ ബൈബിൾ വചനം നിങ്ങൾ കർത്താവിന്റെ പ്രവാചകന്മാരെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് ശുഭമായിരിക്കും. ദൈവത്തിൽ വിശ്വസിക്കാൻ കർത്താവിന്റെ പ്രവാചകന്മാരെ വിശ്വസിക്കുന്നതാണ് വചനം. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈ ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിൽ സംസാരിക്കുന്ന വ്യക്തികൾ വരും. മറ്റേത് എന്ന് പറയുന്നത് കപ്പലുടമ, കപ്പിത്താൻ എന്നൊക്കെ പറഞ്ഞ് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിന്റെ വെളിച്ചം അല്ലേ. പിന്നെ നമുക്കൊരു എന്താ പറയുന്നത്, അവർക്ക് ഒരു വിധേയത്വം തോന്നിപ്പോകും. കാരണം നമുക്കത് വിശ്വസിക്കാൻ അങ്ങോട്ട് തോന്നിപ്പോകും. കാരണം നമ്മൾ കപ്പലിൽ യാത്ര ചെയ്തിട്ടില്ലല്ലോ, കപ്പലിലെ പരിപാടിയെക്കുറിച്ച് അറിയത്തില്ല, കാറ്റുകളുടെ ഗതിവിധികളെക്കുറിച്ച് അറിയത്തില്ല. ഇതൊക്കെ ശരിയാണ്. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളിൽ ലോജിക്ക് വെച്ച് നോക്കരുത്, ലോജിക്ക് വെക്കാതെ വിശ്വസിക്കണം. അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വിജയിക്കും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു കഥ പോലെയാണല്ലോ കൊടുത്തിരിക്കുന്നത്. ഈ വചനങ്ങൾ പലതും ഞാൻ ദിവസങ്ങളിൽ വീണ്ടും പറയും, ഇതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ. അപ്പം അതെല്ലാം നിങ്ങളൊന്ന് ചേർത്ത് വെച്ച് മനസ്സിലാക്കുന്നതല്ല. ഇതിന് തൊട്ടുമുമ്പത്തെ വചനം കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അത് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. മാർപ്പാപ്പയ്ക്ക് വേണ്ട പ്രാർത്ഥന നമുക്ക് വീണ്ടും പങ്കുചേരാം, നമുക്ക് സ്തുതിക്കാം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. കർത്താവായ ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാർപ്പാപ്പയെ പ്രത്യേകം ഞങ്ങൾ ഓർക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ, ഇനി വത്തിക്കാന് നടക്കുന്ന തിരുക്കർമ്മങ്ങളുടെ കാര്യങ്ങൾ, അതിന്റെ കാര്യങ്ങളെല്ലാം നല്ല ക്രമീകരണത്തിൽ നടക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. തുറന്നുള്ള എല്ലാം അനുഗ്രഹമായി മാറട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കരം നീട്ടി ആശീർവദിക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.